സംസ്ഥാനത്തെ ദേശീയപാത ഉൾപ്പെടെ റോഡുകൾ മിക്കതും തകർന്നിട്ടും നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡുകൾ ഉടൻ നന്നാക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുരിതമായതോടെ പലരും യാത്ര തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. ഓണം കഴിഞ്ഞ് റോഡുകൾ നന്നാക്കാമെന്ന അധികൃതരുടെ വാക്കുകൾ ഇപ്പോൾ പാഴ്വാക്കായിരിക്കുകയാണ്. റോഡിലെ കുഴികളിലും ഗട്ടറുകളിലും പെട്ട് നടുവൊടിയുന്നതും അപകടത്തിലാകുന്നതും സാധാരണക്കാരും. കുണ്ടും കുഴിയും നിറഞ്ഞ് ചെളികുളമായ റോഡുകൾ, കുഴികളിൽ വീണും ചെളിയിൽ പുതഞ്ഞും ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ. സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അവസ്ഥ ഇതാണ്. ദൂരയാത്രയ്ക്ക് റോഡ് മാർഗം തിരഞ്ഞെടുത്താൽ നടുവേദന ഉറപ്പ്. ഒരു തവണ റോഡ് വഴി പോയവർ അടുത്ത തവണ ട്രെയിനുകളിലെ ബാത്റൂമിൽ നിന്ന് പോലും യാത്ര ചെയ്യാൻ തയ്യാറാകും. അത്ര പരിതാപകരമാണ് റോഡിന്റെ സ്ഥിതി. സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ റോഡിന് വേണ്ടിയിട്ട്. 10 വർഷത്തിനധികമായി ഈ റോഡ് ഇപ്പോൾ എല്ലാ വർഷവും മഴക്കാലം വന്നു കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ 4 മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു വൈകുന്നേരം. വർഷം സമരങ്ങൾ നടത്തി ഇവിടെ നാട്ടുകാർ എല്ലാ വർഷവും ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് സമരം നടത്തി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നാട്ടുകാർക്ക് തന്നെ സമരം ചെയ്ത് മടുത്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ട സ്ഥിതിയിലാണ് ബസ് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ. ഓട്ടോ ടാക്സിക്കാർക്കും തീരാ ദുരന്തമാണ് ഈ റോഡുകൾ സമ്മാനിക്കുന്നത്. 25 രൂപയുടെ ഓട്ടം ഓടിക്കഴിയുമ്പോൾ വാഹനത്തിന് 100 രൂപ ചെലവാക്കേണ്ട ദയനീയാവസ്ഥയിലാണ്. പരാതി ഉയരുമ്പോഴെല്ലാം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാകുമെന്ന പതിവ് പല്ലവിയിൽ അധികൃതരുടെ പ്രതികരണവും തീരും. കുണ്ടും കുഴിയും നിറഞ്ഞ കേരളത്തിന്റെ റോഡുകളിൽ അകപ്പെട്ടാൽ ചിലപ്പോൾ ദിവസങ്ങളോ മണിക്കൂറുകളോ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. തിരക്കിട്ട അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴയെത്തിയതോടെ റോഡുകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ആയിരിക്കുകയാണ്. കുതിരാൻ തുരങ്കം തുറക്കുന്ന സാഹചര്യത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ നിലവിലുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിശബ്ദത ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ക്യാമറാമാൻ അരുൺ ജോസിനൊപ്പം ആഷ്ന, ഷെക്കേന ന്യൂസ്, തൃശൂർ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.